2024 ലോഗോസിന്റെ ഫെമിലിയ ഫൈനൽ ഇയറിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജേതാക്കളാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം ഇവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിരുന്നു ഇവരെല്ലാം മുമ്പേ നമുക്ക് പരിചയമുള്ള ഫൈനലിൽ എത്തിയിട്ടുള്ളവരാണ്. എന്നാൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഫെമിലിയയിൽ വരുന്ന ഇരിഞ്ഞാലക്കുട രൂപത എന്നുള്ള ടീമാണ്. അവരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. പേര് സിനി ബേബി. ഓക്കെ, നിങ്ങൾ ഏത് ഇടവകയെന്നാണ്, ഏത് രൂപതയെന്നാണ്, എല്ലാ വിശേഷങ്ങളും പരിചയപ്പെടുത്തുന്ന ഇവിടെ പറയണം. ഇരിഞ്ഞാലക്കുട രൂപതയിലെ നടവരമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 3 പേരും ഡിഫറെന്റ് കാറ്റഗറിയിൽ എഴുതിയിരുന്നു, അതോ ഇതിനു വേണ്ടി മാത്രം ഈ ഫാമിലിയ കോമ്പറ്റീഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ഡിഫറെന്റ് കാറ്റഗറിയിലാണ്, അതിലും റാങ്കുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിരുന്നപ്പം നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഫാമിലിയിൽ ഫസ്റ്റ് ടൈമാണ് ഫാമിലി ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ പങ്കെടുത്ത് റാങ്കുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിള് വായിക്കുന്നത് കൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. കഴിഞ്ഞ വർഷം പ്രതിഭ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നായിരുന്നു. ഇത്തവണ ഫെമിലിയ ലോഗോസിന്റെ പ്രതിഭകളായിട്ട് ഈ ഫാമിലിയാണ് ഇരിഞ്ഞാലക്കുട രൂപതയെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊക്കെ പഠിച്ചത് 3 പേരും ഒരുമിച്ചിരുന്ന് പഠിക്കുകയായിരുന്നു, അതെങ്ങനെയാണ് നിങ്ങളുടെ പഠിപ്പൊക്കെ നടന്നത്? അല്ല, തന്നെയാണ് പഠിക്കുന്നത്. കാരണം ഓരോരുത്തരും പഠനത്തിൻ്റെയും എൻ്റെ ജോലി തിരക്കുകളും ഇടയിൽ വേറെ വേറെ ആയിട്ടാണ് പഠിക്കാറ്. അപ്പോൾ ലോഗോസിന് സ്ഥിരം ഇൻഡിവിജ്വൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഈ പ്രാവശ്യം ചാമ്പ്യനാവുമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഫാമിലി ക്വിസിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ ചാമ്പ്യനാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. വചനം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? വചനം ഒരുമിച്ച് ഇന്ന് അങ്ങനെ പഠിക്കാൻ സാധിക്കാറില്ല. കാരണം ഇവരുടെ പഠനത്തിരക്കിൽ ഇവര് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇരിക്കാറ്. പക്ഷേ ഇവര് ചെറുപ്പം മുതലേ സ്കൂളിലെ പഠിക്കുന്നതിന് മുമ്പ് അവര് എല്ലാ ദിവസവും ഇപ്പോഴും ചെറുപ്പം തൊട്ട് ഇന്ന് വരെയും വചനം വായിച്ച് ഒരു 5-10 മിനിറ്റോ വചനം വായിച്ചതിന് ശേഷമാണ് അവര് സ്കൂളിലത്തെ പഠിക്കുക. അതുപോലെ തന്നെ അവരുടെ സ്കൂളിലെ വിഷയങ്ങളിലും നല്ല മാർക്കുകൾ കിട്ടാറുണ്ട് അവർക്ക്. അതുപോലെ നമുക്കൊരു ആത്മീയ സന്തോഷം, സമാധാനം എന്ന് പറയുന്നതും, പിന്നെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും തളരാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ വചനം പഠിക്കുന്നതിലൂടെ സഹായിച്ചിട്ടുണ്ട്. ഇനി ബാക്കി 2 പേരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ വേറെ കാറ്റഗറിയിൽ മത്സരിച്ചിരുന്നോ? അതില് തേർഡ് റാങ്ക് കിട്ടി. അതുപോലെ ആദ്യമായിട്ടാണ് മത്സരിക്കണം. ആദ്യം തേർഡ് കിട്ടി. വളരെ സന്തോഷമുണ്ട്. 2 പേരും പരിചയപ്പെടുത്താമോ? പേര്, എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു? ഞാനിപ്പോ CA ചാർട്ടർ അക്കൗണ്ടൻസിക്ക് പഠിക്കുന്നു. ഗോഡ്സൺ ബേബി. എൻ്റെ പേര് സാറ ബേബി. ഞാൻ +1 പഠിക്കുന്നു. നിങ്ങൾക്ക് വചനം പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വചനം പഠിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവം നമുക്ക് അനുഭവപ്പെടും. കാരണം ആ പഠിക്കുമ്പോഴാണ് കൂടുതൽ നമ്മളെ ആഴത്തിൽ നമ്മെ തന്നെ അറിയുന്നത്. അപ്പോൾ അമ്മയാണ് ഇതിനൊരു മാതൃക. കാരണം അമ്മയാണ് ആദ്യം ഇത് എഴുതി അതിലൂടെ നമ്മൾ കണ്ടു നമുക്ക് നേടണമെന്ന് മനസ്സിലായി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ കൂടുതൽ ദൈവാനുഗ്രഹം, ഇതിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. പിന്നെ ഈ വർഷം കൃപാസമ്മയുടെ അനുഗ്രഹമുണ്ട്. ഉടമ്പടിത്തെ സമയം കൂടിയാണ്. അപ്പോൾ മാതാവിലുള്ള വിശ്വാസം, കർത്താവിലെ വിശ്വാസമൊക്കെ വർദ്ധിക്കുകയാണ് കൂടി. അതുപോലെ മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യാണ്ട് പതിയെ നല്ല ശാന്തതയോട് കൂടി തീരുമാനം എടുക്കാനൊക്കെ പറ്റാറുണ്ട്. പഠിച്ചതിന് ശേഷം വചനം പഠിക്കാൻ അങ്ങനെ. അപ്പോൾ വചനം പഠിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ മാറുന്നു, ഒരു പുതിയ എന്തൊക്കെയോ ഉണർവുകൾ തിരിച്ചറിയുന്നു എന്നാണ് ഈ ജേതാക്കളായ ഫസ്റ്റ് റാങ്ക് ജേതാക്കളായി ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ജേതാക്കളിലേക്ക് കിടക്കാം. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ഫാമിലിയ ലോഗോസ് ക്വിസിന്റെ സെക്കൻഡ് റാങ്ക് ജേതാക്കളെ നമുക്ക് പരിചയപ്പെടാം. ഇവരെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇനി ഇവരുടെ അനുഭവങ്ങളിലേക്ക്, ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഏത് രൂപത ഇടവക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ അനുഭവം ഈ പഠിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള പങ്കുവയ്ക്കണം. ഞങ്ങൾ കൊല്ലം രൂപതയിൽ നിന്നാണ്, ശക്തികുളങ്ങര ഇടവക.
ഞങ്ങൾ ഇപ്പോൾ ഒരു 3-ാമത്തെ വർഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ തേർഡ് ആയിരുന്നു വന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ സെക്കൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത അപ്പോൾ അടുത്ത വർഷം വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ ഫസ്റ്റ് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഒരുമിച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾവേസ് നമ്മളിങ്ങനെ വചനം പറഞ്ഞല്ലേ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരവധി പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയാലും പെട്ടെന്ന് നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം, അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഓരോ വചനം പഠിക്കുമ്പോഴത്തേനും ഓരോ വചനത്തിലും ഓരോ പ്രതിവിധിയുണ്ട്. നമുക്ക് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി വചനത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വചനം ഓർമ്മിക്കും പെട്ടെന്ന്. ഞങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം അതാണ്. നമ്മൾ ഈ വചനം പഠിക്കുമ്പോഴത്തേനും നമ്മുടെ കുടുംബത്തിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും പലപോലെ പ്രശ്നങ്ങൾ വരുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമുക്കതൊന്നും ഒരു ഫീലേ ആകത്തില്ല. കാരണം ഈ വചനം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ പരിഹാരങ്ങളും. തീർച്ചയായിട്ടും വചനത്തിൽ വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. സമാധാനവും സന്തോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിക്കും. ഞങ്ങൾക്ക് വേറെ 2 മക്കളും കൂടെ 3 പേരാണ്. അവരെ 2 പേരും ഞങ്ങൾ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. അമ്മച്ചിയും അപ്പച്ചനും ഉണ്ട് അവിടെ. അപ്പം സന്തോഷമായിട്ട് പോകും. സന്തോഷം ഈ ഒരു വിജയം കർത്താവ് തന്നതിന്. കുട്ടാ, നിനക്ക് എന്താ പറയാനുള്ളേ? അപ്പച്ചന്റെ അമ്മച്ചിന്റെയും ഇടയിൽ ഇരുന്നിട്ട് ഞാനും അവർ പഠിക്കുന്ന തന്നെ ഞാനും പഠിക്കണം, ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. നിനക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നല്ല സന്തോഷമൊക്കെ ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് പഠിക്കാനും പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ വചനം പഠിക്കുന്നതിനൊപ്പം നല്ല രീതിക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നതിന്റെ ഇടയിൽ പപ്പോടും അമ്മോടും ഒക്കെ ക്വസ്റ്റ്യൻസ് നീ ചോദിക്കാറുണ്ടോ? ചോദിക്കും. തെറ്റാറുണ്ടോ അവരുടെയൊക്കെ? ഇടക്കിടക്ക് തെറ്റും, പക്ഷേ ഇടയ്ക്ക് നീ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. കൂടുതൽ ശരി പറയുന്ന അയാളാണ്, ഞങ്ങളായിരിക്കും തെറ്റിക്കുന്നത്. അപ്പൊ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തതൊക്കെ മോനായിരുന്നല്ലേ? ഓക്കെ. അവരും പഠിപ്പിക്കും ഞങ്ങള്. ആണല്ലേ? സന്തോഷം തോന്നിയില്ലേ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോ? ഒരു പ്രത്യേക സന്തോഷമില്ലേ? അപ്പൊ അടുത്ത വർഷം നമ്മള് ഫസ്റ്റ് റാങ്ക് വാങ്ങാനായിട്ട് റെഡിയാക്കി പപ്പേനും അമ്മേനെയും പഠിപ്പിച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഇവർക്കും പറയാനുള്ളത്, ദൈവവിശ്വാസത്താല് നമ്മൾ വചനം ഉപയോഗിക്കുമ്പോൾ വചനം വഴി അവരുടെ ജീവിതം നവീകരിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ജേതാക്കളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അനുഭവം എന്താണ് ഇനി? വചനം പഠിച്ച് ഇത് ആദ്യത്തെ തവണയല്ല, ഇവിടെ മുമ്പ് റാങ്ക് ജേതാക്കളായിരുന്നു. അപ്പൊ പറയൂ, നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ വാസ്തവത്തിൽ ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഫെമിലിയയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. പിന്നത്തെ കൊല്ലം ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ തേർഡ് റാങ്ക് വാങ്ങിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 3 റാങ്കും ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. മാറി മാറി കിട്ടി. കാരണം ഇപ്പം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾക്ക് ആ നേരത്തെ ഓർമ്മ വരുന്നതൊക്കെ അത് ദൈവത്തിന്റെ കൃപയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള കാര്യത്തിനും ഒക്കെ നമുക്ക് ദൈവാനുഗ്രഹം ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് കൂടുതലും പഠിക്കുക. എന്നാൽ ചില കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം 3 പേരും 3 വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. എന്നാലും വീട്ടിൽ വരണ സമയത്തൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ, എൻ്റെ അപ്പച്ചൻ്റെ ആയാലും അമ്മാമ്മയുടെ ആയാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവർ ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനെ മൊത്തം അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും അവിടെയുള്ളവരും ഞങ്ങളുടെ ഇടവക്കാരും അങ്ങനെ അയൽക്കാരും എല്ലാവരും സപ്പോർട്ടീവ്. നിങ്ങൾ ഏത് രൂപതയാണ്, ഇടവകയാണ്? ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയെന്നാണ് വരുന്നത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന ഇടവകക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സെന്റ് മാത്യു കുടുംബ യൂണിറ്റ് ഞങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നല്ല സപ്പോർട്ടാണ്. കുടുംബ കൂട്ടായ്മയിൽ മത്സരങ്ങളൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ അധികം മത്സരങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും അവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അയൽക്കാരായാലും എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ നമ്മളോട് കാര്യങ്ങൾ പറയും. അങ്ങനെ കുറെ ഞങ്ങളുടെ ഇടവകയിൽ കുറച്ച് പേരെങ്കിലും ഞങ്ങൾ കാരണം കൊണ്ട് അങ്ങനെ വചനത്തിലേക്ക് അടുക്കാനും എക്സാം എഴുതാനും ലോഗോസിന് വന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും അടുത്ത വർഷം ഇതുപോലെ തന്നെ വരണം, ഒരുപാട് പേരെ കൊണ്ടുവരണം. അവരോടൊപ്പം മത്സരിച്ച് നിങ്ങൾ വീണ്ടും ജേതാക്കളാകണം. എല്ലാവിധ ആശംസകളും.